ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലൊരു മാറ്റം വരുത്തണമെന്നൊന്നും തോന്നിയിട്ടില്ല. നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പാൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 3.5 കപ്പ് പാലിൻ്റെയാണ് കേട്ടോ. 3.5 കപ്പ് എന്ന് പറയുമ്പോൾ 2.5 കപ്പ് 1/2 ലിറ്റർ പാൽ, 1/2 ലിറ്റർ പാൽ പ്ലസ് 1 കപ്പും കൂടെ. അപ്പോൾ ഞാൻ ഇതിൽ 3 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമ്മളിത് തിളക്കാറാകുമ്പോഴേക്കും നമുക്ക് കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി വെച്ച പാലിലോട്ട് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വനില ഫ്ലേവറാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അതുതന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. സ്ട്രോബെറി ആണെങ്കിലും ബട്ടർ സ്കോച്ച് ആണെങ്കിലും അത്ര ഇഷ്ടമല്ല. അപ്പോൾ വനില ഫ്ലേവർ 4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പാല് തിളക്കാറാകുമ്പോഴേക്കും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാല് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലായിരുന്നു കേട്ടോ വെച്ചത്. അപ്പോൾ ഇപ്പോൾ പാല് തിള വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് ചേർത്തിട്ട് പിന്നെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കസ്റ്റേർഡ് ചേർത്ത ശേഷം. അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും കഴിക്കാൻ കൊള്ളൂല. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള തിക്നെസ്സോടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂണ് 3.5 കപ്പ് പാലിന് 4 ടേബിൾ സ്പൂണ് കറക്റ്റ് അളവാണ് കേട്ടോ കസ്റ്റേർഡ് പൗഡർ. ഇനി ഇതിലോട്ട് 2 ആപ്പിളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ 2 ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വേറെ ഫ്രൂട്ട്സൊന്നും ചേർത്ത് കൊടുക്കാറില്ല. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പോളം ക്രഷ് ചെയ്തെടുത്ത പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ പിസ്ത ഇല്ലെങ്കിൽ കാഷ്യൂ ചേർത്ത് കൊടുക്കാറുമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് പിസ്ത ചേർക്കുമ്പോഴാണ്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊന്ന് തണുപ്പിച്ച ശേഷം ആപ്പിളും ഈ ഒരു പിസ്ത പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചൂടാറിയപ്പോൾ ചേർത്ത് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പാല് തിളപ്പിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റേർഡാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്